യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഏതിലേക്കൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ നയിക്കപ്പെടൽ എങ്ങനെയാണ്, അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, അവൻ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, അതേപോലെ തന്നെ അവൻ നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു, അവൻ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രയോജനപ്പെടുന്നതിലേക്ക്, നമ്മൾ ദൈവത്തിന് ഉപയോഗപ്രദമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചത് അവൻ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ഉപകരണങ്ങളായി അല്ലെങ്കിൽ വിശുദ്ധ പാത്രങ്ങളായി മാറുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, നാം ഓരോരുത്തരും അവൻ്റെ കൈകളിലെ പാത്രങ്ങളായി മാറണം, അവൻ്റെ ഉപകരണങ്ങളായി മാറണം, അവൻ നമ്മെ പ്രയോജനപ്പെടുത്തുന്നതായ നിലയിലുള്ള ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ധാരാളം ആത്മീയമായ ചിന്തകൾ ഈ വിഷയത്തിൽ നിങ്ങളുമായി എനിക്ക് പങ്കിടുവാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം നാം ദൈവത്തിന് പ്രയോജനപ്രദം ആകുവാനാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് അവൻ ഉപയോഗിക്കുന്നതായ വ്യക്തികളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, വാസ്തവത്തിൽ നമ്മൾ വിശുദ്ധരാണോ? അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, ഷോർട്ട് കമ്മിങ്സ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള കുറവുകൾ, ഇതൊക്കെ നമ്മളെ വളരെയധികം അലട്ടാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ദൈവം എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന് ഞാൻ ഉപകാരപ്രദമായി തീരുമോ? ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ, മനോഭാവങ്ങൾ, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവിക കാര്യങ്ങളിൽ മടിയുള്ളവരായി തീരാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ നീതിമാന്മാരാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലിരിക്കെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി ദൈവം കണക്കിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പാകെ നമ്മൾ നീതിമാന്മാരായി, വിശുദ്ധന്മാരായി ദൈവം പ്രഖ്യാപിക്കുന്നു. അത് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ള വസ്തുതയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അപ്പോസ്തലനായ പൗലോസാണ് ദൈവകൃപയെക്കുറിച്ച് വളരെയേറെ സംസാരിക്കുന്നത്. താൻ പറയുന്നു, ഞാൻ ബലഹീനനാകുമ്പോൾ തന്നെ ശക്തനാകുന്നു, അത് ദൈവത്തിൻ്റെ കൃപ നിമിത്തമാണ്. അതേപോലെ തന്നെ എൻ്റെ ജഡത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കുവാൻ ദൈവത്തിൻ്റെ കൃപ എന്നെ സഹായിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ നിർത്തുന്നത് നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ കുടുംബ മഹിമയോ നമ്മളുടെ മറ്റേതെങ്കിലും അപ്പിയറൻസുമായി ബന്ധപ്പെട്ടല്ല ദൈവം നമ്മെ നിർത്തുന്നത്. മറിച്ച് ദൈവം നമ്മെ നിർത്തുന്നത് തൻ്റെ കൃപയാലാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കണമെങ്കിൽ we should have a close relationship with God. ദൈവത്തോട് നമുക്ക് ഒരു അടുത്ത ബന്ധം ആവശ്യമാണ്. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ആ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവിക ആളത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന് നമ്മെ നയിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിലുള്ള ആ ജഡത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിരുന്നല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. There is a possibility that we may fulfill the desires of our flesh. നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ അനുസരിക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. കാരണം നമ്മൾ ഈ പാപത്തിന് വളരെ അനുകൂലമായ പരിസ്ഥിതിയിലുള്ള
ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഈ പാപശരീരത്തെ ജയിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. പക്ഷെ അതിന് നാം എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഈ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായ ആളുകൾ, അവർ ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരിക്കപ്പെടും, അവർ വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെയുള്ളവരെയാണ് ദൈവം തൻ്റെ പ്രയോജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നയിക്കുന്നത്. ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്ക് ആത്മീയമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവരാജ്യത്തിൽ ഏതെങ്കിലുമൊക്കെ റോൾ നിർവഹിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പക്ഷേ അങ്ങനെ നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് റോമർ 8:14 പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവർ ദൈവത്തിനായി പ്രയോജനപ്പെടേണ്ടതാണ്. അവർ യൂസ്ഫുള്ളായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വ്യക്തിത്വം, അതേ പഴയ നിയമത്തിൽ അതേ പുതിയ നിയമത്തിൻ്റെതായിട്ടുള്ള ആ ഉപദേശം നന്നായി ഗ്രഹിച്ച് എന്ന് ഞാൻ കരുതുന്ന, പുതിയ നിയമത്തിൻ്റെ ആ ഒരു ദൈവിക വീണ്ടെടുപ്പിനെ കുറിച്ച് നല്ല ബോധ്യം ആത്മാവിൽ ഉണ്ടായിരുന്നതായ അതേ ഇസ്രയേലിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള രാജാവ് ദാവീദ് രാജാവ്, മനോഹരമായി സങ്കീർത്തനങ്ങൾ ചമച്ചതായ ദാവീദ് രാജാവ്, ദാവീദിൻ്റെ അനുഭവത്തിൽ താൻ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ യൂസ്ഫുൾ ആയിരിക്കണമെന്ന് വളരെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ ഇത് സംബന്ധിച്ച് താൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വാക്യത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സാംസ് 143:10, സങ്കീർത്തനം 143:10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്, ടീച്ച് മീ ടു ഡു യുവർ വിൽ, ഫോർ യു ആർ മൈ ഗാഡ്, യുവർ സ്പിരിറ്റ് ഈസ് ഗുഡ്, ലീഡ് മീ ഇൻ ദ ലാൻഡ് ഓഫ് അപ്രൈറ്റ്നസ്. നോക്കൂ, ഇവിടെ എന്താണ് ദാവീദ് പറയുന്നത്? ടീച്ച് മീ ടു ഡു യുവർ വിൽ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, പഠിപ്പിക്കണമേ. നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ അനുവദിക്കണമെന്നോ, അതിനുവേണ്ടി എന്നെ പഠിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ നിന്റെ വഴികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്നെ ധരിപ്പിക്കണമെന്നല്ല ഇവിടെ ദാവീദ് ആവശ്യപ്പെടുന്നത്. ഇന്നായിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്, ദൈവമേ, ഇത് പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രസംഗിക്കാനല്ല ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിനുമല്ല ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചോദിക്കേണ്ടത്. മറിച്ച് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ, നിന്റെ ഇഷ്ടം എങ്ങനെ ചെയ്യണമെന്ന് എന്നെ നീ പഠിപ്പിക്കണമേ. വാസ്തവത്തിൽ ദൈവത്തിന് പ്രയോജനപ്രദം ഉള്ളവരായി തീരുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. യേശു പറഞ്ഞു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ്റെ വേല തികയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ഫുഡ്, എൻ്റെ ആഹാരമെന്ന് യേശു പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേല തികയ്ക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വേല വേല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ വേല എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തോട് പറയണം, ദൈവമേ, നീ എന്നെ പഠിപ്പിക്കണമേ. എന്ത് പഠിപ്പിക്കണം? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ആദ്യം തിരിച്ചറിയുക. അതായത് നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ പഠിപ്പിക്കണമേ എന്നാണ് ഇവിടെ ദാവീദ് പാടുന്നത്. എന്തുകൊണ്ടെന്നാൽ, യു ആർ മൈ ഗാഡ്, നീ എൻ്റെ ദൈവമാകുന്നു. യു ആർ ദ വൺ ഹൂ മേഡ് മീ, നീയാണ് എന്നെ ഉണ്ടാക്കിയത്, നീയാണ് എന്നെ മെടഞ്ഞത്. അതുകൊണ്ട് നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ആയിത്തീരേണ്ടത്. ഒരു കുശവൻ തൻ ചക്രത്തിന്മേലിരുന്ന് വേല ചെയ്യുമ്പോൾ ആ തൻ്റെ കൈകളിൽ ഉണ്ടായി വരുന്നതായ പാത്രം
ആ കുശവന്റെ ഇഷ്ടത്താലുള്ള പാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിസൈൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒരു ഡിസൈൻ അല്ല അദ്ദേഹം ഉണ്ടാക്കുന്നത്, മറിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. അതുപോലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൈവം നമ്മെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാസ്തവത്തിൽ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് ഇഷ്ടത്തിന്. പലപ്പോഴും ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്, പക്ഷേ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കണമേ. ഇനി ആരെ പഠിപ്പിക്കുന്നത്? അടുത്ത വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നോക്കൂ, ഇവിടെ ദാവീദിന്റെ ആ ഒരു സ്പിരിച്വൽ വിഷൻ, ആത്മീയ ദർശനം എത്ര വലുതാണ്. തനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ ഇത് പഠിപ്പിക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ, വഴി ഏതാകുന്നു എന്ന് നീ ശങ്കിച്ചു നിൽക്കുമ്പോൾ, ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നിനക്ക് അറിയാതിരിക്കുമ്പോൾ നിന്റെ പുറകിൽ ഒരു ഇമ്പസ്വരം കേൾക്കും, വഴി ഇതാകുന്നു എന്ന് പറയുന്നതായ ഒരു ഇമ്പസ്വരം. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പോകേണ്ടുന്ന വഴി, ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം എന്നോട് വളരെ മൃദുവായി സംസാരിക്കുന്ന ഒരു ഇമ്പസ്വരത്താൽ, ഇമ്പസ്വരം എന്ന് പറയുമ്പോൾ എന്നെ അത് അധികം സന്തോഷിപ്പിക്കുന്ന ഒരു ശബ്ദമായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. ഈ ഇമ്പസ്വരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണയായിട്ടോ പ്രചോദനമായിട്ടോ നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നതെന്നാണ്. മറിച്ച് ഒരു ദൈവഭക്തന്റെ ഉള്ളിൽ യാതൊരു റീസണും ഇല്ലാതെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും, വചനം വായിക്കാൻ പ്രേരിപ്പിക്കും, എന്തൊക്കെ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതേപോലെ തന്നെ അനുദിന ജീവിതത്തിൽ ഏത് വിഷയത്തിലും ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു തുണിക്കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് ഇടപെടാൻ കഴിയും. അത്രയ്ക്ക് വളരെയധികം പ്രാധാന്യത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ടു ബൈ എ ലാൻഡ് ഓർ കൺസ്ട്രക്ട് എ ബിൽഡിംഗ്, ഒരു വീട് വാങ്ങാനോ ഒരു സ്ഥലം വാങ്ങാനോ അല്ല, ഏതെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന കാര്യത്തിലോ, യു ക്യാൻ ട്രസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാര്യസ്ഥൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും, ഹി ഷൽ ടീച്ച് യു ഇൻ എവറിത്തിങ്, എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിപ്പാനിടയായിത്തീരും. അതേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ആധികാരികത, അതിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വചനത്തിലൂടെ എല്ലാവരും രൂപാന്തരപ്പെടണം. ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എങ്ങനെ ഇടപെടുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, ഈ വചനം വെറുതെ പോകത്തില്ല. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളെ, സ്വസ്ഥതയും സമാധാനവും, ജീവിതത്തിൽ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം നിങ്ങളെ നയിക്കാനും, അതേ ആ ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ആക്കി തീർക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനത്താലുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, ആത്മീയമായ വർധനവ് അങ്ങയുടെ മക്കൾക്കുണ്ടാകട്ടെ. കർത്താവെ, വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ, ഞങ്ങൾ യൂസ്ഫുൾ ആയി തീരുവാൻ, ഞങ്ങൾ ഒഴിവാക്കപ്പെടുന്നവരല്ല, തള്ളപ്പെടുന്നവരല്ല, ഉപയോഗിക്കപ്പെടുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചന പഠനത്തിനും ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.